അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, ആറുനോമ്പ് ആരംഭിച്ചത് പല നാടുകളിലും ശനിയാഴ്ചയാണല്ലോ. അപ്പോൾ സമൂഹത്തിലൊരു തർക്കം എന്താണത്? ശനിയാഴ്ച ദിവസം സുന്നത്ത് നോമ്പുകളൊന്നും നോൽക്കാൻ പാടില്ല, ഫർളായ നോമ്പ് മാത്രമേ നോൽക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച നോമ്പ് നോറ്റവർ തെറ്റാണ് ചെയ്തത് എന്ന് ചിലർ പ്രചരിപ്പിക്കുന്നു. ശനിയാഴ്ച നോമ്പ് നോറ്റു തുടങ്ങിയ ആളുകൾക്കും സംശയം, അവർ ചെയ്തത് തെറ്റാണോ, ആ നോമ്പ് സ്വീകരിക്കപ്പെടുകയില്ലേ എന്ന്. ഇൻഷാ അള്ളാഹ് ഈ വിഷയത്തിലെ സത്യാവസ്ഥ മനസ്സിലാക്കി തരുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ശനിയാഴ്ച ദിവസം നോമ്പെടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ തെളിവാക്കുന്നത് ഇമാം തിർമിദിയും ഇമാം അബൂദാവൂദ്, ഇബ്നു മാജ തുടങ്ങിയ ആളുകളൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. അബ്ദുല്ലാഹ് ഇബ്നു ബുസ്ർ അദ്ദേഹത്തിൻ്റെ സഹോദരിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തസൂമു യൗമസ്സബ്ത്, നിങ്ങൾ ശനിയാഴ്ച നോമ്പ് നോൽക്കരുത്, ഇല്ലാ ഫീമഫ്തറല്ലാഹു അലൈക്കും, ഇല്ലാ ഫീമഫ്തറല്ലാഹു അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് ഫർളാക്കിയ നോമ്പല്ലാത്തതൊന്നും നിങ്ങൾ ശനിയാഴ്ച നോൽക്കരുത്. ഫഇല്ലം യജിദ് അഹദുക്കും ഇല്ലാ ലിഹാ ഇനബ ഔ ഊദ ഷജറത്തിൻ ഫൽ യംദൂഹു, നിങ്ങളിൽ ഒരാൾക്ക് മുന്തിരിയുടെ മേലെയുള്ള ആ ഉണങ്ങിയ തൊലിയോ അതല്ലെങ്കിൽ ഒരു ചെറിയ മരത്തിൻ്റെ കഷ്ണമോ കിട്ടിയാൽ അതെങ്കിലും വിഴുങ്ങിക്കൊണ്ട് ശനിയാഴ്ച ദിവസം സുന്നത്ത് നോമ്പ് നോറ്റ ആളുകൾ അത് മുറിക്കണം. ഇതാണ് ഈ ഹദീസ്. ഈ ഹദീസ് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഹസനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല പണ്ഡിതന്മാരും ഈ ഹദീസ് സ്വീകാര്യയോഗ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേറെ ധാരാളം പണ്ഡിതന്മാർ ഈ ഹദീസ് ഷാദാണ്, ഒറ്റപ്പെട്ടതാണ്, അതിൻ്റെ മത്നിൽ ചില നക്കാറത്തുകളുണ്ട്, അതുകൊണ്ട് ലഈഫാണ്, ദുർബലമാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് ദുർബലമാണ്, അതല്ലെങ്കിൽ ആ നിലക്ക് ഒരു ഹുക്മ് സ്വീകരിക്കാൻ പറ്റാത്തതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരിൽ പെട്ടവരാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം സുഹരി, ഇമാം ഔസാഇ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം, ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി മജ്മഈൻ. ആധുനിക പണ്ഡിതന്മാരിൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഷെയ്ഖ് സാലിഹുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, അവരൊക്കെ ആ നിലക്ക് പറഞ്ഞവരാണ്. സൗദി അറേബ്യയിലെ പണ്ഡിത സഭയും ആ നിലക്ക് വിശദീകരിച്ചവരാണ്. അപ്പോൾ ഈ ഹദീസ് ദുർബലമാണ് എന്ന അഭിപ്രായപ്പെട്ടവരുമുണ്ട്, ഹദീസ് സ്വീകാര്യയോഗ്യമാണ് എന്ന അഭിപ്രായപ്പെട്ടവരുമുണ്ട്. ശരി, ഇനി ഈ ഹദീസ് സ്വഹീഹാണ് അല്ലെങ്കിൽ സ്വീകാര്യയോഗ്യമാണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരിൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് എന്താണ്? ശനിയാഴ്ച നോമ്പ് നോൽക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് ശനിയാഴ്ചയെ മാത്രം പ്രത്യേകമാക്കിക്കൊണ്ട് നോമ്പ് നോൽക്കലാണ്. കാരണം അത് യഹൂദരുടെ സമ്പ്രദായമാണ്, അവർ ആദരിക്കുന്ന ബഹുമാനപ്പെടുത്തുന്ന ദിവസമാണത്. അതുകൊണ്ട് ശനിയാഴ്ച മാത്രമാക്കി സുന്നത്ത് നോമ്പ് നോൽക്കരുത്. ഇതാണ് ആ ഹദീസിൻ്റെ പൊരുൾ എന്ന് പ്രാമാണികരായ പ്രഗത്ഭരായ പണ്ഡിതന്മാരെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. 99% പണ്ഡിതന്മാരും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ചെറിയ ഒരു ന്യൂനപക്ഷം പണ്ഡിതന്മാരാണ് ഒറ്റപ്പെട്ട അഭിപ്രായം പറഞ്ഞത്. പക്ഷേ ഈ ഒറ്റപ്പെട്ട അഭിപ്രായത്തിൻ്റെ പിന്നാലെ പോവുകയും അത് സ്വീകരിച്ചുകൊണ്ട് മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞതിനെ തള്ളുകയും ചെയ്തുകൊണ്ടാണ് ഇത്തരം ആളുകൾ സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ് കിബാറുകളായ വലിയ വലിയ പണ്ഡിതന്മാർ പറഞ്ഞതിനെ തള്ളുകയും അതിനേക്കാൾ താഴെയുള്ള ആളുകൾ പറഞ്ഞതിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം വരുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അത്തരം ആളുകളാണ് ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഹദീസ് ഉദ്ധരിച്ച മഹാനായ ഇമാം തിർമിദി റഹിമഹുല്ല അദ്ദേഹം തന്നെ പറയുന്നത്, ഹാദാ ഹദീസുൻ ഹസനുൻ, ഇത് ഹസനായ ഹദീസാണ്. വമഅന കറാഹത്തിഹി ഫി ഹാദാ, ശനിയാഴ്ച ദിവസം നോമ്പ് നോൽക്കരുത് എന്ന് പറഞ്ഞതിൽ അതിൽ കറാഹത്ത് പറയാനുള്ള കാരണം, അതല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അൻ യഖുസ്സ റജുലു യൗമ സബ്തി ബിസിയാമിൻ, ഒരു വ്യക്തി ശനിയാഴ്ച മാത്രമായി നോമ്പ് നോൽക്കലാണ്. ലി അന്നൽ യഹൂദ തുഅള്ളിമു യൗമ സബ്ത്, കാരണം യഹൂദന്മാർ ശനിയാഴ്ചയെ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് ശനിയാഴ്ച മാത്രമായി നോമ്പ് നോൽക്കുന്നതാണ് ഇവിടെ വിലക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഈ ഹദീസ് ഉദ്ധരിച്ച മഹാനായ മുഹദ്ദിസായ ഇമാം തിർമിദി റഹ്മഹുള്ള തന്നെ വ്യക്തമാക്കുകയാണ്. എന്നിട്ടാണ് ആ ഭാഗം മനസ്സിലാക്കാതെ, ആ ഭാഗം പറയാതെ ഈ ഹദീസ് മാത്രം ഉദ്ധരിച്ചുകൊണ്ട് ആളുകൾ കാര്യം പറയുന്നത്. മഹാനായ ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുഗ്നിയിൽ രേഖപ്പെടുത്തുന്നത്, ഖാല അസ്ഹാബുന, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാർ പറയുന്നത്, യുക്റഹു ഇഫ്റാദു യൗമി സബ്തി ബിസ്സൗം,
ശനിയാഴ്ച മാത്രമായി നോമ്പ് നോൽക്കൽ കറാഹത്താണ്, അതല്ലെങ്കിൽ അത് പാടില്ലാത്തതാണ്. എന്നാൽ ഫഇൻ സാമ മഅഹു ഗൈറഹു, എന്നാൽ ശനിയാഴ്ചൻ്റെ കൂടെ മറ്റു ദിവസം കൂടി നോമ്പ് നോൽക്കുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച നോമ്പ് നോറ്റ ഒരാൾ ശനിയാഴ്ചയും നോമ്പ് നോൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ ഞായറാഴ്ച കൂടി നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ലം യുക്റഹ്, അപ്പോൾ അത് വെറുക്കപ്പെടുന്നതല്ല. ലി ഹദീസി അബീ ഹുറൈറത വ ജുവൈരിയ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലും ജുവൈരിയ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസിൻ്റെ അടിസ്ഥാനത്തിലും ശനിയാഴ്ച മാത്രമായി നോമ്പ് നോൽക്കലാണ് കറാഹത്ത്. അല്ല എങ്കിൽ ശനിയാഴ്ച നോമ്പ് നോൽക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. അതേപോലെ തന്നെ ഒരു വ്യക്തി പതിവായി നോമ്പ് നോൽക്കുന്ന ദിവസങ്ങളുമായി ആ നോമ്പ് ഒത്തുവന്നാൽ, ഉദാഹരണത്തിന് അയ്യാമുൽ ബീളിൻ്റെ ദിവസം ശനിയാഴ്ചയുമായി ഒത്തുവന്നാൽ, യൗമു അറഫ അത് ശനിയാഴ്ച ഒത്തുവന്നാൽ, അതേപോലെയുള്ള ദിവസങ്ങൾ ശനിയാഴ്ച ഒത്തുവന്നാൽ അന്ന് മാത്രമായി നോമ്പ് നോൽക്കുന്നതിനും കുഴപ്പമില്ല എന്ന് അദ്ദേഹം പിന്നീട് രേഖപ്പെടുത്തുന്നു. ഇതാണ് പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇനി സ്വഹീഹായ ഹദീസുകൾ നോക്കൂ നിങ്ങൾ. ഒരു ഹദീസ് മറ്റൊരു ഹദീസ് കൊണ്ടല്ലേ മനസ്സിലാക്കേണ്ടത്. ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന അങ്ങേയറ്റം കുറ്റമറ്റ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സമിഅ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ യസൂമന്ന അഹദുക്കും യൗമൽ ജുംഅ, നിങ്ങളിൽ ഒരാളും വെള്ളിയാഴ്ച മാത്രമായി നോമ്പ് നോൽക്കരുത്, ഇല്ലാ യൗമൻ ഖബ്ലഹു ഔ ബഅദഹു, ഒന്നെങ്കിൽ വെള്ളിയാഴ്ചയുടെ മുമ്പ് നോമ്പ് നോൽക്കണം, എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച നോമ്പ് നോറ്റ ആൾക്ക് വെള്ളിയാഴ്ചയും നോമ്പ് നോൽക്കാം, അല്ലെങ്കിൽ ഔ ബഅദഹു, വെള്ളിയാഴ്ചയ്ക്ക് ശേഷം. പ്രിയപ്പെട്ടവരെ, വെള്ളിയാഴ്ചയ്ക്ക് ശേഷം എന്ന് പറയുന്നത് ഏതാ ദിവസം? ശനിയാഴ്ചയാണ്. അതുപോലും അറിയാതെയാണ് ആളുകൾ സംസാരിക്കുന്നത്. വെള്ളിയാഴ്ചയ്ക്ക് ശേഷമുള്ള ദിവസം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ചയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ശനിയാഴ്ച നോമ്പ് നോൽക്കാം വെള്ളിയാഴ്ച നോമ്പ് നോറ്റ ഒരാൾക്ക്. അപ്പോൾ അതിൽ നിന്ന് വളരെ ക്ലിയറാണ്, സംശയരഹിതമായ കാര്യമാണ്, ശനിയാഴ്ച മാത്രമായി നോമ്പ് നോൽക്കുന്നതാണ് വിലക്കപ്പെട്ടിട്ടുള്ളത്. വെള്ളിയാഴ്ച നോമ്പ് നോറ്റ ഒരാൾക്ക് ശനിയാഴ്ച നോമ്പ് നോൽക്കാം, അല്ലെങ്കിൽ ശനിയാഴ്ചയ്ക്ക് ശേഷം നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും ശനിയാഴ്ച നോമ്പ് നോൽക്കാം. യാതൊരു കുഴപ്പവും അതിലില്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജുവൈരിയ ബിൻത് അൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അവരുടെ അടുക്കൽ പ്രവേശിച്ചു. അപ്പോൾ വെള്ളിയാഴ്ച ദിവസമായിരുന്നു, വഹിയ സായിമത്തുൻ, അവർക്ക് നോമ്പുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചത്, അസുംതി അംസി, നീ ഇന്നലെ നോമ്പ് നോറ്റിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്. അസുംതി അംസി, ഇന്നലെ നോമ്പ് നോറ്റിരുന്നോ? ഖാലത്ത് ല, ഇല്ലയെന്ന് പറഞ്ഞു, അഥവാ വ്യാഴാഴ്ച നോമ്പ് നോറ്റിട്ടില്ല എന്ന് പറഞ്ഞു. തുരീദീന അൻ തസൂമി ഗദൻ, ശനിയാഴ്ച നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഖാലത്ത് ല, ഇല്ലയെന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫ അഫ്തരി, അങ്ങനെയാണെങ്കിൽ നോമ്പ് മുറിക്കണം. കാരണം വെള്ളിയാഴ്ച മാത്രമായി നോമ്പ് നോൽക്കരുത്, ശനിയാഴ്ചയും കൂടി നോമ്പ് നോൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ശനിയാഴ്ച നോമ്പ് നോൽക്കാം, അതിന് മുമ്പ് നോമ്പ് നോറ്റ ആളുകൾക്ക്, അതിന് ശേഷം നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ ഇത് ശനിയാഴ്ച മാത്രം പ്രത്യേകമാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളത് വളരെ കൃത്യമായി കുറ്റമറ്റ ഈ ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ഏറ്റവും അഫ്ളലായ നോമ്പ് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നോമ്പാണ് എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, എങ്ങനെയായിരുന്നു ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നോമ്പ്? കാന യസൂമു യൗമൻ വ യുഫ്തിറു യൗമ, ഒരു ദിവസം നോമ്പ് നോറ്റാൽ മറ്റൊരു ദിവസം നോമ്പ് നോൽക്കില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എന്തായിരുന്നാലും നോമ്പ് നോൽക്കുന്ന ഒരു ദിവസം വിട്ട് മറ്റൊരു ദിവസം നോമ്പ് നോൽക്കുമ്പോൾ അത് ശനിയാഴ്ചയുമായി ഒത്തുവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ വിലക്കുണ്ടായിരുന്നെങ്കിൽ ശനിയാഴ്ച ഒഴികെ എന്ന് പ്രത്യേകം പറയുമായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല. കാരണം പതിവായി നോമ്പ് നോൽക്കുന്ന ആളുകൾ ശനിയാഴ്ചയുമായി ഒത്തുവന്നാൽ ആ നോമ്പിന് കുഴപ്പമില്ല എന്നാണ് ഉലമാക്കൾ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ല അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. മുഹമ്മദ് ബിൻ സാലിഹുൽ ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. സൗദി അറേബ്യയിലെ പണ്ഡിതന്മാർ അവർ ഒരുമിച്ച് പറഞ്ഞ കാര്യമാണ്, ശനിയാഴ്ച നോമ്പ് നോൽക്കാം, അതിന് കുഴപ്പമില്ല, അത് ശനിയാഴ്ച മാത്രമാക്കിക്കൊണ്ട് നോമ്പ് നോൽക്കുന്നതാണ് വിലക്കപ്പെട്ടിട്ടുള്ളത്. പൂർവികരും ആധുനികരുമായ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാർ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, വെറുതെ ഇജ്തിഹാദ് പറഞ്ഞതല്ല. ഒരാൾ വെറുതെ ഇജ്തിഹാദ് പറയുകയും അതിന് വിരുദ്ധമായി ഹദീസുകൾ വരികയും ചെയ്താൽ നമുക്ക് ഹദീസുകളാണ് സ്വീകരിക്കേണ്ടത്. എന്നാൽ വ്യക്തമായ ഹദീസുകളുടെ പിൻബലത്തോടുകൂടി ഉലമാക്കൾ വിശദീകരിച്ചൊരു കാര്യത്തിന് വിരുദ്ധമായി നാട്ടിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ അവർ ഖൈറാണ് ഉദ്ദേശിക്കുന്നത് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പ് നോറ്റ ഒരാൾക്കും ഒരു വിഷമവും വേണ്ട. ശനിയാഴ്ച നോമ്പ് നോൽക്കാം. 6 നോമ്പ് ശനിയാഴ്ച വന്നാൽ തുടർ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് നോമ്പ് നോൽക്കാവുന്നതാണ്. അറഫയുടെ നോമ്പോ അതേപോലെ തന്നെ മുഹറം നോമ്പുകളോ അതേപോലെയുള്ള നോമ്പുകളൊക്കെ അത് ശനിയാഴ്ച വന്നാൽ ആ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കുന്നതിന് വിരോധമില്ല. പതിവായി നോമ്പ് നോൽക്കുന്ന ആളുകളുടെ നോമ്പ് ശനിയാഴ്ചയുമായി ഒത്തുവന്നാലും നോമ്പ് നോൽക്കുന്നതിൽ വിരോധമില്ല.
ശനിയാഴ്ച മാത്രമായി നോമ്പ് നോൽക്കുന്നത് മാത്രമാണ് വിലക്കപ്പെട്ടിട്ടുള്ളത്. വെള്ളിയാഴ്ച നോമ്പ് നോറ്റവർക്ക് ശനിയാഴ്ച നോമ്പ് നോൽക്കാം. ഇതൊക്കെ ഉലമാക്കൾ പറഞ്ഞതാണ്. അതുകൊണ്ട് ഇത്തരം ആളുകൾ ഉണ്ടാക്കി തീർക്കുന്ന വസ്വാസുകളിൽ ഒരിക്കലും നമ്മൾ കുടുങ്ങിപ്പോവേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.